കോൺഗ്രസ് എംപിയുടെ ശുപാർശ കത്ത് വാങ്ങി സ്ഥലം മാറ്റത്തിന് ശ്രമം. CPM സംഘടനാ നേതാവിനെതിരെ നടപടി. ദേവസ്വം ബോർഡിലെ CPM സംഘടനയായ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ നേതാവ് ശ്രീകുട്ടനെതിരെയാണ് അച്ചടക്ക നടപടി. കൊട്ടാരക്കര ക്ഷേത്രത്തിലേക്ക് സ്ഥലമാറ്റം ലഭിക്കാൻ കൊടിക്കുന്ന് സുരേഷ് എംപിയുടെ കത്ത് വാങ്ങി ദേവസ്വം മന്ത്രിക്ക് നൽകുകയായിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, വളരെ വിരോധാഭാസമാണ് കാര്യങ്ങൾ. CPMന്റെ യൂണിയൻ നേതാവ് കൊടിക്കുന്ന് സുരേഷ് എംപിയുടെ കത്ത് വാങ്ങി കോൺഗ്രസ്സുകാരനായിരിക്കുന്ന ദേവസ്വം മന്ത്രിക്ക് ആ കത്ത് കൊടുക്കുന്നു. കൊട്ടാരക്കരയിലേക്ക് സ്ഥലം മാറ്റത്തിനാണ് ഈ ശുപാർശ കത്ത്. ഇപ്പോൾ എന്തായാലും ഇതൊരു പുലിവാലായി കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇത് പറഞ്ഞതുപോലെ തന്നെ വളരെ വിരോധാഭാസമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഇടതുപക്ഷ അനുകൂല സംഘടനയിൽ നിന്നുകൊണ്ട് UDF മന്ത്രിയുടെ സഹായം തേടി ശുപാർശകത്തുമായിട്ട് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിനെ സമീപിച്ച ഉദ്യോഗസ്ഥനെതിരെയാണ് ഈ ഇടതുപക്ഷ സംഘടനയുടെ അച്ചടക്ക നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് CPMന്റെ സംഘടനയാണ്, ദേവസ്വം ബോർഡിലെ എംപ്ലോയീസ് സംഘടനയാണ് ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയുടെ നേതാവായിട്ടുള്ള ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഈ രീതിയിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. കൊടിക്കുന്നിൽ എംപിയുടെ ശുപാർശക്കത്താണ്. അതായത് ഇദ്ദേഹത്തിന് കൊട്ടാരക്കര ക്ഷേത്രത്തിലേക്ക് ഈ സ്ഥലമാറ്റം വേണം, അതിനാവശ്യമായിട്ടുള്ളൊരു ശുപാർശക്കത്താണ് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ഭാഗത്തു നിന്ന് നൽകിവിട്ടത്. ഇത് ദേവസ്വം മന്ത്രിക്കാണ് ഈ കത്ത് കൊണ്ടുതന്നെ നൽകിയത്. തുടർന്ന് പാർട്ടി തലത്തിൽ ഈ വിവരം അറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സംസ്ഥാന തലത്തിൽ ചേർന്നിട്ടുള്ള അവരുടെ യോഗത്തിലാണ് ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. 6 മാസത്തേക്ക് ഇയാളെ ഈ സംഘടനയുടെ ചുമതലകളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി നിർത്തുന്നു, സസ്പെൻഡ് ചെയ്ത് നിർത്തുന്നു എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള അച്ചടക്ക നടപടി. അതേസമയം പ്രാഥമിക അംഗത്വത്തിൽ തുടരാൻ ഇയാളെ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ രീതിയിൽ ഒരു സംഘടനാ വിരുദ്ധ നടപടികൾ ചെയ്ത ഇയാൾക്കെതിരായിട്ട് കർശന നടപടി ഉണ്ടാകണമെന്ന് മറ്റ് സംഘടനാ നേതാക്കളുടെ ഭാഗത്തു നിന്നടക്കം ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സമിതി ഇന്ന് ചേർന്നുകൊണ്ട് ഈ ഒരു രീതിയിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വിനോദ്.